നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള വിമർശനം നേടിയായിരുന്നു രേണുസുതി ഇതുവരെ മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ ദിവസം രേണുസുതി പുറത്തുവിട്ട വാർത്തയും പ്രഖ്യാപനത്തിലൂടെയും വലിയ രൂപത്തിലുള്ള നിരാശ വാർത്തകളാണ് പുറത്തുവരുന്നത്. രേണുസുതിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്ന സംഭവം രേണു തന്നെ പുറത്തു പറയുകയായിരുന്നു. തനിക്ക് ക്യാൻസർ തേർഡ് സ്റ്റേജ് പിന്നിട്ടു എന്നും താനിപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ട് ഇരിക്കുകയാണ് എന്നും രേണുസുതി തുറന്നു പറയുകയായിരുന്നു. പ്രേക്ഷകരെല്ലാവരും തന്നെ വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഈ ഒരു വാർത്ത സ്വീകരിച്ചത്. ആരും തന്നെ ഈ ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നില്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രയാസത്തിൽ തന്നെയായിരുന്നു രേണുസുതി. സുധിയുടെ മരണശേഷം വലിയ രൂപത്തിലുള്ള വിമർശനം രേണുസുതിയെ എന്നും തേടിയെത്തിക്കൊണ്ടേയിരുന്നുണ്ടായിരുന്നു. സുധിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ രേണുസുതി സജീവമായി. പിന്നീട് പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കും ആൽബങ്ങൾക്കും എല്ലാം തന്നെ ഒരുപാട് വിമർശനവും ഒരുപാട് സ്നേഹവും പ്രേക്ഷകർ മിക്സായി കൊടുത്തപ്പോൾ വിമർശനത്തിനെ രേണുസുതി എല്ലാം തന്നെ വളരെയധികം ചിരിയോടെ തന്നെ നേരിടുകയായിരുന്നു. രേണുസുതിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നും ചർച്ച ചെയ്യാറുണ്ട്. ക്യാൻസർ ബാധിച്ച ശേഷം പുറത്തു പറയാതെ ഇരിക്കുകയായിരുന്നു രേണു. എന്നാൽ സോഷ്യൽ മീഡിയ വഴി ഈ വാർത്ത എങ്ങനെയോ ലീക്കായി. ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ട അവസ്ഥയാണ് എന്നും രേണുസുതി പറയുകയാണ്. തനിക്ക് ക്യാൻസർ ഉണ്ട് എന്നും താൻ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായി എന്നും താൻ ഇതുവരെ ആർക്കും പുറത്തു പറയാത്തത് തൻ്റെ ലൈഫിൽ അത് ഭാഗമാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നും രേണുസുതി പറയുകയാണ്. തനിക്ക് ക്യാൻസർ ഉണ്ട് എന്ന വാർത്ത വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാം തന്നെ പരിഭ്രാന്തിയിലാകുമെന്നും തന്നെ അഭിനയിക്കാൻ വിടില്ല എന്നും അതുകൊണ്ടാണ് താൻ പറയാതിരുന്നത് എന്നും രേണു വ്യക്തമാക്കി. എന്നാൽ പിന്നീട് ചികിത്സയിൽ അതെല്ലാം തന്നെ വലിയ ഭാഗമാക്കേണ്ടി വന്നു. ഇപ്പോൾ ചികിത്സയിലാണ് രേണുസുതി. എന്നാൽ വീണ്ടും ആൽബങ്ങളിലൂടെ തന്നെ തിരിച്ചു വരാനുള്ള പ്രാർത്ഥനയിലാണ് മലയാളികളും പ്രേക്ഷകരും എല്ലാവരും തന്നെ. ഇതിനോടകം മകൻ കിച്ചുവിനെ പറ്റിയും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള വിമർശനവും വലിയ രൂപത്തിലുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. കിച്ചുവും രേണുവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇതിനോടകം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നുമാണ് പ്രേക്ഷകരും പറയുന്നത്. രേണു, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് സന്തോഷം എത്രയും പെട്ടെന്ന് എത്തും എന്നും പഴയ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നുമാണ് മലയാളികളും പ്രേക്ഷകരും ഒരേപോലെ കമന്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് രേണുസുതി ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.